ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ പെർഫെക്റ്റ്ലി ഒരു ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നൊരു ഒരു ന്യൂ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അത്യാവശ്യം ആളുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കുറേ പേര് ഉപയോഗിക്കാത്തൊരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻ എന്ന് പറയും. അതായത് മുന്നേ ഡിസ്കവറി ക്യാമ്പയിനും കാര്യങ്ങളുണ്ട്, അത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഇപ്പോൾ ഒരു ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻ രീതിയിലാണുള്ളത്. അതിൽ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. പെർഫോമൻസ് മാക്സ് പോലെയൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്കിലും നമുക്ക് അതിനകത്ത് കൺട്രോൾസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ ചാനൽസിൽ വേണം വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് ജെൻ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഇത് ഒരു പുതിയ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ അവയർനെസ് സ്റ്റേജിൽ ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമ്പയിനാണ്. സെയിൽസ് ഡ്രിവൺ അല്ല, ബട്ട് ഒരു ബൈ പ്രോഡക്റ്റ് എന്ന രീതിയിൽ സെയിൽസ് വരും. പക്ഷേ ഒരു 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 സ്ട്രോങ് വൺ ഓഫ് ദ ക്യാമ്പയിൻ ടൈപ്പ് ആക്കാനുള്ളതാണ് ഗൂഗിളിലെ പ്ലാൻ. കാരണം പെർഫോമൻസ് മാക്സ് അധികം ആളുകൾ അത്ര കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. സോ ഡിമാൻഡ് ജെന്നിനെ അവരൊരു ഒരു ഒരു കീ ഐറ്റം ആക്കി മാറ്റാൻ പോകണം. കാരണം അതിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത് സെർച്ചിൽ വരും, അതുപോലെ ഡിസ്കവറിയിലുണ്ടാവും, ഇമെയിലുണ്ടാവും, ഡിസ്പ്ലേ നെറ്റ്വർക്കിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, നമുക്ക് ഡിസൈഡ് ചെയ്യാം എവിടെയൊക്കെ ഷോ ചെയ്യണം, എവിടെയൊക്കെ ഷോ ചെയ്യിപ്പിക്കേണ്ട എന്നുള്ളത്. ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പോൾ ഡിമാൻഡ് ജെൻ ആണെങ്കിലും ഇതിനകത്തൊന്നും ഡിമാൻഡ് ജെൻ അല്ല, പെർഫോമൻസ് മാക്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ചൂസ് ചെയ്യാം എവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് വരണം വരണ്ട എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ മേജർ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് രീതി നമുക്ക് കൺസിഡർ ചെയ്യാം. പെർഫോമൻസ് മാക്സ് വർക്ക് ചെയ്യാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിമാൻഡ് ജെൻ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ഡിമാൻഡ് ജെൻ ട്രൈ ഔട്ടിൻ്റെ സമയത്ത് ചിന്തിക്കേണ്ട പോയിന്റ് ഇതാണ്, ഇതൊരു ഹൈ എൻഡ് വ്യൂ ആണ് ഇതിന് കൊടുക്കാൻ വേണ്ടി. ഒരു സെർച്ച് ക്യാമ്പയിൻ എന്ന് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ KPIs എടുക്കാൻ പാടില്ല. സോ ആ സെൻസിൽ നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിനാണ്. അതിങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവോൾവ് ചെയ്ത് വരികയാണ്. സോ ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻസ് ഇതുവരെ യൂസ് ചെയ്യാത്തവർ, അതായത് പെർഫോമൻസ് മാക്സ് ഡിസ്പ്ലേ ഇതിലേക്ക് പോകുന്നതിന് പകരം നേരെ ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻ ടെസ്റ്റ് ഔട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളിതുവരെ ട്രൈ ഔട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കുക. ഡിമാൻഡ് ജെന്നിന് പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നോർമലി നമ്മുടെ ഏരിയയിലുള്ള ആളുകളെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് ആരും നമ്മുടെ സർക്കിളൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ 1-2 ക്യാമ്പയിൻ ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേയും പെർഫോമൻസ് മാക്സും ഒക്കെ ട്രൈ ചെയ്യുന്നതിന് പകരം വേണം യൂസ് ചെയ്യാൻ വേണ്ടി. നേരെ സെർച്ചിന് പകരം ഇതുകൊണ്ട് ചെയ്യരുത്, ബട്ട് ഇതിന് പകരം. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സിൽ വ്യത്യാസങ്ങൾ വരുന്നത് കാണാൻ പറ്റും. CPC മോർ ഓർ ലെസ് അതൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ റിസൾട്ട്സ് വ്യത്യാസം വരും. ഓക്കെ.